നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് അടുത്തിടെ ചില അതിശയിപ്പിക്കുന്ന മുന്നേറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശരിയാണ്. ടെൻസെന്റ്, ആലിബാബ, ബൈറ്റ്ഡാൻസ് പോലെയുള്ള കമ്പനികൾ അവര് പുതിയ ചില AI ടൂളുകൾ പുറത്തിറക്കി. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത്. തീർച്ചയായും ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. തത്സമയം ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് തൊട്ട് വീഡിയോ എഡിറ്റിംഗ്, പിന്നെ ഈ ഗവേഷണം വരെ എളുപ്പമാക്കുന്ന ടൂളുകളാണിവ. അതെ, നിലവിലുള്ള പല പ്രധാനപ്പെട്ട AI മോഡലുകളെക്കാളും ചില കാര്യങ്ങളിൽ ഇവ മുന്നിലാണെന്നും കേൾക്കുന്നുണ്ട്. അതെ, ചില പ്രത്യേക കഴിവുകൾ ഇവയ്ക്കുണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം, അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം ടെൻസെന്റിന്റെ ഹാനിയാൻ ഇമേജ് 2.0. ഇതിന്റെ പ്രധാന ആകർഷണം ഈ തത്സമയ ചിത്രീകരണമാണെന്ന് പറയുന്നു. അതെങ്ങനെയാണ്? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ചിത്രം വരുമോ? അതെ, മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്, ചിലപ്പോൾ ഒരു സിമ്പിൾ ഡ്രോയിങ് കൊടുത്താൽ പോലും അതിനനുസരിച്ച് നല്ല ഹൈ ക്വാളിറ്റി ചിത്രം സ്ക്രീനിൽ വരും. ഓഹോ, അപ്പോൾ കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇല്ല, അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് തന്നെ സ്മൂത്ത് ആവുകയാണ്. ഒരു ഐഡിയ വരുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഒരു വിഷ്വൽ കിട്ടും. കൊള്ളാം. പക്ഷേ വേഗത മാത്രം പോരല്ലോ, ക്വാളിറ്റി, ഗുണമേന്മയുടെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? ഈ 95% കൃത്യത എന്നൊക്കെ പറയുന്നത്. ഈ ബെഞ്ച് മാർക്കുകൾ, അതായത് സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ AI മോഡലുകളെ അളക്കാൻ, അതിൽ ഇത് 95% കൃത്യത കാണിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലെ ആ ചെറിയ ഡീറ്റെയിൽസ്, ടെക്സ്ചറുകൾ, ഷാർപ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ വ്യക്തമായിട്ട് ചിത്രത്തിൽ വരും. ശരി. അപ്പോൾ ഡിസൈനർമാർക്കൊക്കെ ഇത് നല്ല ഉപകാരമായിരിക്കും. തീർച്ചയായും. പിന്നെ ആ ഡ്രോയിങ് ബോർഡ് എന്ന ഫീച്ചർ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി മിനുക്കിയെടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ചിത്രീകരണത്തിൽ ഇങ്ങനെ ലൈവായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ വീഡിയോയുടെ കാര്യത്തിലോ? ആലിബാബയുടെ വാസ്, അതെന്താണ് സംഭവം? അതെ, വാസ്, വീഡിയോ ഓൾ ഇൻ വൺ ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. പേര് പറയുന്നത് പോലെ തന്നെ വീഡിയോ ഉണ്ടാക്കാനും എഡിറ്റ് ചെയ്യാനും വേണ്ട മിക്കവാറും എല്ലാം ഒരൊറ്റ ടൂളിൽ കിട്ടും. ആഹാ, അപ്പോൾ പല ആപ്പുകൾ ഉപയോഗിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാവും, അല്ലേ? അതെ, ടെക്സ്റ്റിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കാം. ഒരു വീഡിയോയിലെ ഇപ്പം ആകാശം മാത്രം മാറ്റണമെന്നിരിക്കട്ടെ, അത് ചെയ്യാം. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒബ്ജക്ട്സ് ചേർക്കാം, കളർ മാറ്റാം, സീനുകൾ നീട്ടാം, അങ്ങനെ പലതും, എല്ലാം ഒരിടത്ത്. ഇത് കൊള്ളാലോ, ഒറ്റ ടൂളിൽ ഇത്രയും കാര്യങ്ങൾ. ഇതിന് പിന്നിലെ ടെക്നോളജി എന്താണ്? പഴയ AI വീഡിയോ ടൂളുകളിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ ജമ്പ് കട്ട് പോലെ. അതിന് പിന്നിൽ വീഡിയോ യൂണിറ്റ് എന്നൊരു ടെക്നോളജിയാണ്. ഇത് എഡിറ്റിംഗ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കും. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ പഴയ ടൂളുകളിലെ ആ ജമ്പ് കട്ടുകൾ അല്ലെങ്കിൽ വസ്തുക്കൾ മാറുമ്പോഴുണ്ടാകുന്ന ഒരു ചേർച്ചയില്ലായ്മ, അതൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, റെസല്യൂഷൻ നിലവിൽ 720p ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഭാവിയിൽ അത് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സോ? അതെ, അതായത് ആർക്കും ഈ കോഡ് എടുത്ത് ഉപയോഗിക്കാം, അതിൽ മാറ്റങ്ങൾ വരുത്താം, കൂടുതൽ മെച്ചപ്പെടുത്താം. ഇത് ഡെവലപ്പർമാർക്ക് വലിയൊരു കാര്യമാണ്. ഈ ടെക്നോളജി കൂടുതൽ പേരിലേക്ക് എത്താനും ഇത് സഹായിക്കും. ശരിയാണ്, വീഡിയോ നിർമ്മാണം കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ ചിത്രങ്ങളും വീഡിയോകളും മനസ്സിലാക്കുന്നതിലും AI മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ബൈറ്റ്ഡാൻസിന്റെ സീഡ് 1.5 VL അതൊരു ഉദാഹരണമാണോ? അതെ, സീഡ് 1.5 VL ഒരു വിഷൻ ലാംഗ്വേജ് മോഡലാണ്. വിഷൻ ലാംഗ്വേജ്? അതായത് ചിത്രങ്ങളും വീഡിയോകളും കാണാനും അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്നിട്ട് അതിനനുസരിച്ച് ടെക്സ്റ്റ് രൂപത്തിൽ പ്രതികരിക്കാനും ഇതിന് പറ്റും. ഏകദേശം 38 ബെഞ്ച് മാർക്കുകളിൽ ഇത് ഓപ്പൺ AIയുടെ മോഡലുകളെയൊക്കെ കടത്തി വെട്ടി എന്നാണ് അവർ പറയുന്നത്. ആണോ? അത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എന്തായിരിക്കും കാരണം? അതിനൊരു പ്രധാന കാരണം, ഇത് ട്രെയിൻ ചെയ്ത ഡേറ്റ സെറ്റ് വളരെ വലുതാണ്. ഏകദേശം 3 ട്രില്യൺ ടോക്കൺസ്. 3 ട്രില്യൺ? അതെ, ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഡേറ്റയുടെ ചെറിയ യൂണിറ്റുകൾ, വാക്കുകൾ, ചിത്രങ്ങൾ ഒക്കെ അടങ്ങിയത്. അത്രയും വലിയ ഡേറ്റയിൽ പഠിച്ചതുകൊണ്ട് സാധാരണ കാണാത്ത കുറച്ചുകൂടി റെയർ ആയിട്ടുള്ള വിഷ്വൽ ഐഡിയാസ് ഒക്കെ തിരിച്ചറിയാൻ ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്. ഓക്കെ. പിന്നെ വീഡിയോകൾ അനലൈസ് ചെയ്യാൻ ഒരു പുതിയ രീതിയുണ്ട്, ഡൈനാമിക് ഫ്രെയിം റെസല്യൂഷൻ സാമ്പിളിംഗ്. വീഡിയോയുടെ കോംപ്ലക്സിറ്റി അനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യക്ഷമമായിട്ട് പ്രോസസ്സ് ചെയ്യും. ബൈറ്റ്ഡാൻസ് തന്നെ ഗവേഷണ രംഗത്തേക്കും ഒരു ടൂൾ ഇറക്കിയല്ലോ,
ഡീർ ഫ്ലോ അതെ. അതെന്താണ്? അതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഡീർ ഫ്ലോ അതൊരു മൾട്ടി ഏജന്റ് ഫ്രെയിംവർക്കാണ്. ഒരു റിസർച്ച് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ പല സ്റ്റെപ്പുകൾ ഉണ്ടാവുമല്ലോ. പ്ലാൻ ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, കോഡിംഗ് വേണ്ടി വരും, അവസാനം റിപ്പോർട്ട് എഴുതണം. ശരിയാണ്. ഡീർ ഫ്ലോയിൽ ഇതിലെ ഓരോ പണിക്കും പ്രത്യേകം AI ഏജൻസ് ഉണ്ട്. ഒരു ടീം പോലെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാം AI ഒറ്റയ്ക്ക് ചെയ്യുമോ? മനുഷ്യർക്ക് റോളൊന്നുമില്ലേ? ഇല്ല, അങ്ങനെയല്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇത് ഫുൾ ഓട്ടോമേഷൻ അല്ല. ഓരോ സ്റ്റെപ്പിലും നമുക്ക്, അതായത് മനുഷ്യർക്ക് ഇടപെടാനും സൂപ്പർവൈസ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ അക്കാഡമിക് റീസേർച്ചേഴ്സ്, ഡാറ്റ സയൻറ്റിസ്റ്റുകൾ, ഇവർക്കൊക്കെ ഈ ലിറ്ററേച്ചർ റിവ്യൂ തൊട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സഹായം കിട്ടും. പക്ഷേ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും. ഒരു വെബ് ഇൻ്റർഫേസ് വഴി ഇതിൻ്റെ പ്രവർത്തനം കാണാനും മാനേജ് ചെയ്യാനും പറ്റും. കൊള്ളാം. അപ്പോൾ കേൾക്കുന്നവർക്കായി ഒരു ചിന്ത. ഈ പറഞ്ഞ AI ടൂളുകൾ നിങ്ങളുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലോ ജോലിയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? മനുഷ്യന്റെ കഴിവും ഈ AI ടൂളുകളുടെ സഹായവും ഒന്നിക്കുമ്പോൾ ഇതുവരെ നടക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇനി സാധ്യമായേക്കാം? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.